എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിനെതിരെ പ്രതിഷേധം. കഴിഞ്ഞ 3 വർഷം നടത്തിയ സ്ഥിരം അധ്യാപക നിയമനങ്ങൾ ദിവസവേതന വ്യവസ്ഥയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശമാണ് ജീവനക്കാരെ ആശങ്കയിലാക്കുന്നത്. എന്നാൽ അധ്യാപക നിയമനങ്ങൾ സർക്കാർ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. വിഷയം ചർച്ച ചെയ്യാൻ എയ്ഡഡ് സ്കൂൾ മാനേജർമാരുമായി മന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ നവംബർ 30-ന് പുറത്തിറക്കിയ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ചർച്ചാ വിഷയം. എയ്ഡഡ് സ്കൂളുകളിൽ കഴിഞ്ഞ 3 വർഷം നടത്തിയ സ്ഥിര നിയമനങ്ങൾ പിൻവലിച്ച ദിവസവേതന പ്രകാരം പുതിയ നിയമന ഉത്തരവ് നൽകണം എന്ന നിർദ്ദേശം ഉത്തരവിലുണ്ട്. ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കാത്ത സ്കൂളുകൾ നിർദ്ദേശം പാലിക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ആകെയുള്ള എയ്ഡഡ് സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയിട്ടില്ല. അതിനാൽ തന്നെ നിലവിൽ സ്ഥിര നിയമനം നേടിയ നിരവധി പേരെ ഈ ഉത്തരവ് ബാധിക്കുമെന്ന് ഒരു വിഭാഗം അധ്യാപകർ പറയുന്നു. വ്യക്തതയില്ലാത്ത ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. നിയമനം ലഭിച്ചവർക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാക്കി കഴിഞ്ഞാലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് KER ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം KER ചട്ടങ്ങളിൽ 1 വർഷക്കാലം 10 മാസത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവർക്ക് സ്ഥിര നിയമനത്തിന് യോഗ്യതയുള്ളൂ. അപ്പോൾ ഈ ജോലി ചെയ്തു വരുന്ന അധ്യാപകർക്ക് അത് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം. ഉത്തരവിൽ അവ്യക്തതയോ സാങ്കേതിക പ്രശ്നങ്ങളോ ഇല്ല എന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഭിന്നശേഷി നിയമനം പൂർത്തിയാകുന്നതുവരെ മറ്റു നിയമനങ്ങൾ ദിവസവേതനാടിസ്ഥാനത്തിൽ മാത്രമേ നടത്താവൂ എന്ന് ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഇത് പ്രകാരം മാത്രമാണ് ഉത്തരവിറക്കിയതെന്നും സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാനോ അംഗീകരിച്ച നിയമനങ്ങൾ പുനഃപരിശോധിക്കാനോ തീരുമാനമില്ല എന്നും വകുപ്പ് വിശദീകരിക്കുന്നു. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.